പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കുകയാണ് RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത്. കഴിഞ്ഞ ദിവസം RSSന്റെ നാഗ്പൂരിൽ നടന്ന ഒരു ചടങ്ങിൽ മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കാരണം ഈ പ്രസംഗത്തിൽ RSSന്റെ സർസംഘചാലക് കൂടിയായ മോഹൻ ഭാഗവത് പറഞ്ഞത്, നിങ്ങൾക്ക് 75 വയസ്സ് തികയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വയം വിരമിച്ച് മറ്റുള്ളവർക്ക് വഴിമാറിക്കൊടുക്കുക എന്നതാണ്. ഇതിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാക്കുന്ന വിഷയം ഈ വരുന്ന സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുകയാണ്. 2014 നരേന്ദ്രമോദി BJPയിലെ അധികായനായി വളരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു നിബന്ധന BJPക്കുള്ളിൽ കൊണ്ടുവരുന്നത്. അതായത് 75 വയസ്സ് തികയുന്ന എല്ലാ മുതിർന്ന നേതാക്കളും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് മറ്റുള്ളവർക്ക് വഴിമാറിക്കൊടുത്ത് വിശ്രമ ജീവിതത്തിലേക്ക് മാറണം, മാർഗദർശൻ മണ്ഡൽ എന്നൊരു സമിതി രൂപീകരിച്ച് അതിലേക്ക് മാറണം എന്നൊരു നിബന്ധന കൊണ്ടുവരുന്നത്. ഇപ്പോൾ അതേ നിബന്ധന 10 വർഷങ്ങൾക്കിപ്പുറം നരേന്ദ്രമോദിയെ വേട്ടയാടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ RSSന്റെ മേധാവിക്ക് തന്നെ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. അതായത് വിള്ളൽ വളരെ വ്യക്തമായി പുറത്തു വരുന്നുണ്ട്. RSS നേതൃത്വവും നരേന്ദ്രമോദിയും രണ്ട് തട്ടിലാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ പ്രസംഗം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റിൽ നരേന്ദ്രമോദി തന്നെ 2016 BJPയുടെ രാജ്യസഭാ MP ആക്കി മാറ്റിയ RSSകാരൻ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന വക്കീൽ ഒരു ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. ആ ട്വീറ്റിൽ നരേന്ദ്രമോദിയെ അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പോലും അധികമാകില്ല. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ട്വീറ്റിൽ സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്, ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദി RSS പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് വിരമിച്ച് മാർഗദർശൻ മണ്ഡലിലേക്ക് ചുരുങ്ങിയില്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര നഷ്ടമാകുമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി 2024 തന്നെ വ്യക്തമാക്കിയത്. ഈ കഴിഞ്ഞ ഈ വർഷം മാർച്ച് 30 നരേന്ദ്രമോദി 2012 ശേഷം, അതായത് പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായി RSSന്റെ നാഗ്പൂരിലെ കാര്യാലയത്തിലേക്ക് ഒരു സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനത്തിന്റെ വേളയിൽ എല്ലാവരും അനുമാനിച്ചത് നരേന്ദ്രമോദി തന്റെ വിരമിക്കൽ RSS നേതൃത്വത്തെ അറിയിക്കാനാണ് പോയത് എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ RSS മേധാവിക്ക് തന്നെ വിരമിക്കൽ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് വലിയൊരു ഭിന്നത ഇരു വിഭാഗങ്ങൾക്കിടയിലും രൂപപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത, നരേന്ദ്രമോദിയും മോഹൻ ഭാഗവതും സമപ്രായക്കാരാണ് എന്നത് തന്നെയാണ്. എന്നാൽ RSSൽ സർസംഘചാലകനോ മറ്റു പദവികൾക്കോ ഒന്നും തന്നെ ഒരു കൃത്യമായ പ്രായപരിധി RSSന്റെ ചട്ടക്കൂട് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ BJPയിൽ നരേന്ദ്രമോദി തന്നെയാണ് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ജസ്വന്ത് സിംഗിനെയും പോലെയുള്ള നേതാക്കളെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിപ്പിക്കുവാൻ വേണ്ടി ഈ മാർഗദർശൻ മണ്ഡൽ എന്നൊരു സമിതി രൂപീകരിക്കുകയും ഈ 75 വയസ്സ് എന്നൊരു പ്രായപരിധി കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വിരമിക്കൽ എങ്ങും ചർച്ചയാകുമ്പോൾ അദ്ദേഹം ഈ സമിതിയിലേക്ക് ചുരുങ്ങുന്ന ഘട്ടത്തിൽ ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദിയുടെ രണ്ടാമനെന്ന് വിളിക്കപ്പെടുന്ന അമിത് ഷാ തൻ്റെ വിശ്രമ ജീവിതത്തെക്കുറിച്ചും വിശ്രമ ജീവിതത്തിലെ പദ്ധതികളെക്കുറിച്ചും വലിയ രീതിയിൽ വാചാലനായത് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. നരേന്ദ്രമോദിക്കൊപ്പം അമിത് ഷായും ഒരു വിരമിക്കൽ വിശ്രമ ജീവിതത്തിന് തയ്യാറെടുക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ഇത് ഏറ്റവും പ്രധാനമായി ഉയർത്തുന്നത്. ആ ഘട്ടത്തിൽ 2 പേരുകളാണ് എങ്ങും ഉയരുന്നത്. ഒന്ന്, നാഗ്പൂരിൽ നിന്നും തുടർച്ചയായി MP ആയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രി RSSന്റെ പ്രിയങ്കരനുമായ നിതിൻ ഗഡ്കരി. രണ്ടാമത്തേത് UP മുഖ്യമന്ത്രിയും ഹിന്ദുത്വത്തിന്റെ ഏറ്റവും തീവ്രമായ മുഖവുമായ യോഗി ആദിത്യനാഥ് എന്ന UP മുഖ്യമന്ത്രി. ഇതിൽ രണ്ടിൽ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നൊരു ചോദ്യമാണ് എങ്ങും ഉയരുന്നത്. എന്തായാലും നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത്.